ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതാ ഈ സ്ട്രക്ചർ വരച്ചിരുന്നു അല്ലേ? പോർഫൈറിൻ്റെ സ്ട്രക്ചർ എന്നാണ് ഞാൻ പറഞ്ഞത്. ആക്ച്വലി ദിസ് ഇസ് പോർഫിൻ എന്നാണ് നമ്മൾ ഈ മോളിക്യൂളിനെ പറയുക. ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോഴാണ് നമ്മളതിനെ പോർഫൈറിൻ എന്ന് പറയുക. സോ പോർഫൈറിൻ ഈസ് ദ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പോർഫിൻ. ഓക്കെ, സോ ഈ കോർ സ്ട്രക്ചർ പോർഫിനാണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുമ്പോൾ അത് പോർഫൈറിനായിട്ട് മാറാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പോർഫിൻ ഇസ് കോൾഡ് പോർഫൈറിൻ. പോർഫൈറിനുള്ളിൽ മെറ്റൽ വരുമ്പോൾ നമ്മളതിനെ മെറ്റാലോ പോർഫൈറിൻ എന്ന് പറയും. ഇനി എവിടേക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരിക നമ്മളന്ന് പറഞ്ഞിരുന്നല്ലേ? ഈ പോർഷൻസിൽ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 ഈ 8 കാർബൺ ആറ്റംസിൽ, അതായത് പൈറോൾ റിങ്ങിൽ പെടാതെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കാർബൺ ആറ്റംസിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരിക. ഓക്കെ, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മാറുന്നത് വഴിയാണ് നമുക്ക് വളരെ വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ഫങ്ഷൻസ് കിട്ടുന്നത് ഈ മെറ്റാലോ പോർഫൈറിന്. ഓക്കെ, നമ്മൾ പറഞ്ഞു ക്ലോറോഫില്ലിലുള്ള സെയിം പോർഫിൻ തന്നെയാണ് ഹീമോഗ്ലോബിനിലും ഉള്ളത്, പക്ഷെ രണ്ടിലും ഡിഫറെൻറ്റ് ഫങ്ഷനാണ്. അത് സാധ്യമാകുന്നത് 1 ഇതിനകത്തെ മെറ്റലയോൺ മാറുന്നു, 2 ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യുന്നു. അതുവഴിയാണ് ഇവർക്ക് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഫങ്ഷൻ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മയോഗ്ലോബിനും ഹീമോഗ്ലോബിനും എന്താണെന്നാണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഹീം എന്ന് പറഞ്ഞാൽ പോർഫൈറിൻ പ്ലസ് അയൺ വരുമ്പോഴാണ് നമ്മളതിനെ ഹീം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഹീം തന്നെ നമുക്ക് 3 തരമുണ്ട്. ഹീം എ, ഹീം ബി, ഹീം സി എന്ന് പറഞ്ഞ് 3 തരമുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാം കൂടെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ടെൻഷൻ വരും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഹീം എ നോക്കൂ. ഹീം എയിൽ ജസ്റ്റ് നമുക്ക് ഹീം ബി വെച്ചിട്ട് നമുക്ക് പഠിക്കാം. ഹീം ബിയിൽ നോക്കൂ, ഇവിടെ നമുക്ക് CH2 CH2 COH, CH2 CH2 COH, CS3 അല്ലേ? ഇവിടെ CS3, ഇവിടെയാണ് ഇനി CS3 വരുന്നത്. CH ഡബിൾ ബോണ്ട് CH2, CH ഡബിൾ ബോണ്ട് CH2. നിങ്ങൾക്ക് ഒരു സിമെട്രി ഉണ്ട്, നമുക്ക് സ്ട്രക്ചർ പഠിക്കാൻ എളുപ്പത്തിലൊരു സിമെട്രി ഉണ്ട്. ഈസിയായിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാം. ഹീം ബി നിങ്ങൾ പഠിക്കണം, വരച്ച് പഠിക്കണം. ഓക്കെ, ഹീം എയും സിയും പഠിക്കേണ്ട കാര്യമില്ല. ഹീം ബി ആണ് ഹീമോഗ്ലോബിനിലും മയോഗ്ലോബിനിലും കാണപ്പെടുന്ന ഹീം. നമ്മളിനി സൈറ്റോക്രോം പഠിക്കുമ്പോൾ നമ്മൾ പറയും സൈറ്റോക്രോം എ, ബി, സി എന്ന് പറഞ്ഞ് 3 തരമുണ്ട്. സൈറ്റോക്രോം എയിൽ ഹീം എ കാണപ്പെടുന്നു, സൈറ്റോക്രോം ബിയിൽ ഹീം ബി കാണപ്പെടുന്നു, സൈറ്റോക്രോം സിയിൽ ഹീം സി കാണപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഹീം ബി ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കാര്യം. ഹീമോഗ്ലോബിനും മയോഗ്ലോബിനിലും കാണപ്പെടുന്നത് ഹീം ബി ആണ്. സോ നിങ്ങൾ ഈ ഹീം ബിയുടെ സ്ട്രക്ചർ ഒന്ന് വരച്ച് പഠിക്കണം. ഓർത്ത് വയ്ക്കാൻ വളരെ എളുപ്പമാണ്. സിമെട്രിക് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ്. നമുക്ക് ചുറ്റിനും ഒരു സിമെട്രി വെച്ച് നിങ്ങൾക്ക് ഇത് ഓർത്ത് വയ്ക്കാവുന്നേ ഉള്ളൂ. ഹീം ബി നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ നടുക്ക് അയൺ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ? ശരിക്കും അയൺ കോർഡിനേറ്റ് നമ്മൾ 2 എണ്ണം കോവാലൻ ബോണ്ടായിട്ടും 2 എണ്ണം കോർഡിനേറ്റ് ബോണ്ടായിട്ടും തന്നെയാണ് കാണിക്കേണ്ടത് കേട്ടോ. ഇവിടെ നമ്മൾ ഈ 2 ബോൺസും ആക്ച്വലി കോർഡിനേറ്റ് ബോൺസ് ആണ്. നമ്മൾ ഇങ്ങനെ ആരോയുടെ തുമ്പത്ത് ഇങ്ങനെ ഹെഡ് കൊടുത്തിട്ട് ഹെഡഡ് ആയിട്ടുള്ള ആരോ വേണം കൊടുക്കാൻ, ആരോ ആയിട്ട് വേണം കൊടുക്കാൻ, കോർഡിനേറ്റ് ബോണ്ട് ആയതുകൊണ്ട്. ഓക്കെ, സോ ഹീം ബി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഹീം എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറ്റാലോ പോർഫൈറിൻ വിത്ത് അയൺ Fe2+, അതാണ് ഹീം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മയോഗ്ലോബിൻ എന്താണെന്ന് പറയാം. മയോഗ്ലോബിൻ എന്ന് പറയുന്ന മോളിക്യൂള് എന്താണ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ദിസ് ഈസ് മയോഗ്ലോബിൻ്റെ സ്ട്രക്ചറാണ്. ഇല്ല, നമ്മൾ ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹീമാണ്. നമ്മൾ പറഞ്ഞ ഹീം ബി ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഹീം ബി ആണ് ഈ റിങ് എന്ന് പറഞ്ഞാൽ ഹീം ബി ആണ്. നടുക്ക് അയൺ 2 ഉണ്ട്. 4 അയൺ ആക്ച്വലി അയണിന് ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ആണ് ഇവിടെ വരുന്നത്. അയണിൻ്റെ 4 പൊസിഷൻ ഇസ് ഓക്യുപ്പൈഡ് ബൈ ദ നൈട്രജൻസ് ഇൻ ദ പോർഫൈറിൻ റിങ്. 5th പൊസിഷൻ, അതാണ് താഴത്തേക്ക് കാണിച്ചിരിക്കുന്നത്. 5th പൊസിഷൻ ഈസ് ഓക്യുപ്പൈഡ് ബൈ a nitrogen atom of a histidine molecule. This is the histidine amino acid ആണ്. histidine amino acid ആണിത്, histidine molecule. And the 6th position will be occupied by oxygen. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് മയോഗ്ലോബിൻ എന്താണെന്ന് പറയണമല്ലോ. മയോഗ്ലോബിൻ ഇസ് എ ഹീം പ്രോട്ടീൻ. നമ്മൾ ഹീം പ്രോട്ടീൻ എന്നുള്ള വേർഡാണ് മയോഗ്ലോബിനിലൊക്കെ ഉപയോഗിക്കുക. ഹീം പ്രോട്ടീൻ മീൻസ് ഹീം ഉണ്ടാകും, ഒരു പ്രോട്ടീൻ പാർട്ടും ഉണ്ടാകും. ഹീം വിൽ ബി ദ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ഓഫ് ദാറ്റ് പ്രോട്ടീൻ. ഗ്ലോബുലാർ പ്രോട്ടീൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. മയോഗ്ലോബിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ സ്റ്റോറേജ് അറ്റ് മസിൽസ് ആണ്. ഓക്കെ, മയോഗ്ലോബിൻ നമ്മൾ MB എന്നാണ് ഷോർട്ടായിട്ട് പറയുക. മയോഗ്ലോബിൻ്റെ മോളിക്കുലാർ വെയിറ്റ് വരുന്നത് 17,000 ആണ്. ഹീം ഗ്രൂപ്പും അതുപോലെ 153 അമിനോ ആസിഡ്സ് ഉള്ള ഒരു പ്രോട്ടീനും, അത് രണ്ടും ചേരുന്നതാണ് ഒരു മയോഗ്ലോബിൻ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഈ ഹീമിന് നടുക്ക് Fe2+ ഉണ്ടാവും. ആ Fe2+ ഇസ് ബോണ്ടഡ് ടു 4 നൈട്രജൻ ആറ്റംസ്
of the porphyrin ring and a globular and the nitrogen atom of a histidine molecule of the globular protein. പ്രോട്ടീനിലാണ് ഹിസ്റ്റഡിൻ മോളിക്യൂൾ വരുന്നത്. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് ചെയിനാണ്. ഓക്കെ, സോ പ്രോട്ടീനും നമ്മുടെ ഹീം ഗ്രൂപ്പും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ അയണും ഹിസ്റ്റഡിൻ മോളിക്യൂളും നൈട്രജനും തമ്മിലാണ് ബോണ്ട് ഉണ്ടാവുന്നത്. അതാണ് 5th പൊസിഷൻ. ഓക്കെ, 6th പൊസിഷൻ വേക്കൻ്റ് ആയിരിക്കും ഇൻ ഡിയോക്സി മയോഗ്ലോബിൻ, അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ മയോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിയോക്സി മയോഗ്ലോബിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഡിയോക്സി മയോഗ്ലോബിനിൽ 6th പൊസിഷൻ വേക്കൻ്റ് ആയിരിക്കും. അത് ഓക്സി മയോഗ്ലോബിൻ ആവുമ്പോഴാണ് ഓക്സിജൻ കയറി ആ 6th പൊസിഷൻ മുകളിലേക്കുള്ള പൊസിഷനിൽ ഓക്സിജൻ കയറി പിടിക്കുന്നത്. ഈ മുകളിലേക്കുള്ള ഈ പൊസിഷൻ ഇതാണ് 6th പൊസിഷൻ. ഇത് ഓക്സി മയോഗ്ലോബിൻ ആവുമ്പോഴാണ് ഇവിടെ കയറിയിട്ട് അത് പിടിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് നമ്മൾ ഡിയോക്സി മയോഗ്ലോബിനിൽ Fe2+ ഹൈ സ്പിൻ സ്റ്റേറ്റ് ആണ്. നിങ്ങൾക്ക് ഹൈ സ്പിൻ ലോ സ്പിൻ സ്റ്റേറ്റ് ഓർമ്മയുണ്ടോ പഠിച്ചത്? ഹൈ സ്പിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അയൺ അറിയാം. നമുക്ക് അയൺ 2+ എന്ന് പറയുമ്പോഴേക്കും D6 ആണ് അല്ലേ. 3D6 4s2 ആണ് Fe എന്ന് പറയുന്നത്. അതിൽ നിന്നും 2+, അതായത് 4s2 2 ഇലക്ട്രോൺ പോകുമ്പോഴാണ് നമുക്ക് Fe2+ വരിക. സോ ഇറ്റ് വിൽ ബി D6 ആണത്. ഓക്കെ, 3D6 ആണ്. ഓക്കെ, ഹൈ സ്പിൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഹൈ സ്പിൻ എന്ന് പറയുമ്പോഴേക്കും പെയറിങ് നടക്കില്ല. സോ നമുക്ക് ഫില്ലിങ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും? 6 ഇലക്ട്രോൺ 3D6 6 ഇലക്ട്രോൺ ഫില്ല് ചെയ്യണം. അപ്പോൾ ആദ്യം 5 ഓർബിറ്റലിലും ഓരോ ഇത് വെച്ചിട്ട് ഫില്ല് ചെയ്യും. പിന്നെ 6ാമത്തെ ഇലക്ട്രോൺ 1ാമത്തെ ഓർബിറ്റലിൽ പോയിട്ട് പെയറിങ് നടക്കും. അങ്ങനെയായിരിക്കും നിൽക്കുക ഹൈ സ്പിൻ എന്ന് പറയുമ്പോഴേക്കും അല്ലേ. ലോ സ്പിൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? ലോ സ്പിൻ എന്ന് പറയുമ്പോഴേക്കും ഈ ഫ്രീ ആയിട്ട് നിൽക്കുന്നവരെല്ലാവരും കൂടെ പെയർഡ് ആവും. നിങ്ങളിത് പഠിച്ചിട്ടുണ്ടോ? വേറെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാനത് ലാസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ വേറൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം അത്. ഓക്കെ, സോ ഹൈ സ്പിൻ സ്റ്റേറ്റിലാണ് നിൽക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. പറയാം എന്താണെന്നുള്ള പറഞ്ഞുതരാം. ഹൈ സ്പിൻ സ്റ്റേറ്റിലായിരിക്കും. ഹൈ സ്പിൻ സ്റ്റേറ്റിലാകുമ്പോൾ വെച്ചാൽ സൈസ് കൂടുതലായിരിക്കും. ലോ സ്പിന്നിനേക്കാളും സൈസ് കൂടുതലായിരിക്കും ഹൈ സ്പിൻ സ്റ്റേറ്റിന്. ഓക്കെ, 92 പൈക്കോമീറ്റർ റേഡിയസ് ഉണ്ടാവും ഹൈ സ്പിൻ സ്റ്റേറ്റ് വരുമ്പോഴേക്കും. ഓക്കെ, അപ്പോൾ ഈ 92 പൈക്കോമീറ്റർ എന്ന് പറഞ്ഞ സൈസ് നമ്മുടെ ഈ പോർഫൈറിൻ റിങ്ങിൻ്റെ നടുക്കുള്ള ക്യാവിറ്റിയേക്കാളും വലുതാണ്. സോ അയൺ Fe2+ന് ഡിയോക്സി മയോഗ്ലോബിൻ ആയിരിക്കുന്ന അവസ്ഥയിൽ Fe2+ന് ഈ പോർഫൈറിൻ റിങ്ങിൻ്റെ നടുക്ക് കറക്റ്റായിട്ട് കയറി ഇരിക്കാൻ പറ്റില്ല. കുറച്ച് പൊങ്ങിയായിരിക്കും നിൽക്കുക. നമ്മുടെ പോർഫൈറിൻ റിങ് ഒരു പ്ലെയിനിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ പ്ലെയിനിലേക്കാളും കുറച്ച് പൊങ്ങിയായിരിക്കും, അയൺ മുകളിലേക്ക് പൊങ്ങിയായിരിക്കും നിൽക്കുക. അല്ലാതെ നമ്മളിപ്പോൾ ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കറക്റ്റ് ആ 4 നൈട്രജൻ്റെയും നടുക്കുള്ള തോളയിൽ കയറി ഇരിക്കാൻ പറ്റില്ല. അവർ കുറച്ച് പൊങ്ങി നിൽക്കും അയൺ. ബിക്കോസ് ഇറ്റ് സൈസ് ഇസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദ ക്യാവിറ്റിയേക്കാളും വലിയ സൈസ് ആയതുകൊണ്ട് അയൺ ഇച്ചിരി മുകളിലേക്ക് പൊങ്ങിയായിരിക്കും നിൽക്കുക. ഓക്കെ, ഇനി ഈ ഓക്സിജൻ ലിഗാൻഡാണല്ലേ O2 എന്നുള്ള ലിഗാൻഡ് വന്ന് 6ാമത്തെ പൊസിഷനിൽ O2 വന്ന് പിടിക്കുകയാണ്. അപ്പോഴാണത് ഓക്സി മയോഗ്ലോബിനായിട്ട് മാറുന്നത്. സോ ആ സമയത്ത് ഓക്സിജൻ വന്ന് പിടിക്കുന്ന സമയത്ത് ഈ ഹൈ സ്പിന്നിൽ നിൽക്കുന്ന അയൺ ലോ സ്പിന്നായിട്ട് മാറും. നിങ്ങളിത് +2 പഠിച്ചിട്ടുണ്ടാവേണ്ടതാണ്. അയൺ നമ്മുടെ O2 മോളിക്യൂൾ വരുമ്പോഴേക്കും സിംഗിളി ഓക്യുപ്പൈഡ് ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺസ് എല്ലാം പെയർഡ് ആവും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അവസ്ഥയിൽ ആദ്യത്തെ 3 d ഓർബിറ്റുകളിൽ മാത്രമേ ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ. കാര്യം 6 ഇലക്ട്രോൺ 3 ഓർബിറ്റലായിട്ട് ഫില്ല് ചെയ്യും. ബാക്കി 2 ഓർബിറ്റിൽ ഫ്രീ ആയിട്ട് കിടക്കും ലോ സ്പിൻ കോംപ്ലക്സിൽ. അത് ഓക്സിജൻ വരുന്നത് കൊണ്ടാണ് ആ 4ാമത്തെ 5ാമത്തെ ഓർബിറ്റിൽ കാണപ്പെടുന്ന ഓരോ ഇലക്ട്രോൺസ് നേരെ ഇപ്പുറത്തേക്ക് വന്ന് പെയർ ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്കത് ലോ സ്പിൻ കോംപ്ലക്സ് ആവും. ലോ സ്പിൻ കോംപ്ലക്സിന് സൈസ് കുറവാണ്. സോ അപ്പോൾ ഓക്സിജൻ പിടിച്ചു കഴിഞ്ഞാൽ ഈ അയണിന് ഈ പോർഫൈറിൻ റിങ്ങിനകത്തേക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റും. അതിൻ്റെ സൈസ് 75 പൈക്കോമീറ്ററായിട്ട് കുറയും. സോ നമ്മുടെ പോർഫൈറിൻ റിങ്ങിനകത്ത് ക്യാവിറ്റിക്കകത്ത് ഇത് ഈസി ആയിട്ട് ഫിറ്റ് ആകും. ഓക്കെ, അങ്ങനെയാണ് ഓക്സിജൻ പിടിക്കുന്ന ഒരു മെക്കാനിസത്തിൽ പറയാനുള്ളത്. അത്രയും കാര്യങ്ങളാണ്. ഓക്കെ, സോ ഡിയോക്സി അതായത് വെറും മയോഗ്ലോബിനിൽ Fe2+ എന്ത് സ്റ്റേറ്റിലാണ്? ഹൈ സ്പിൻ സ്റ്റേറ്റിലാണ്. സോ സൈസ് കൂടുതലാണ്, 92 പൈക്കോമീറ്റർ ആണ്. സോ റിങ്ങിനകത്തല്ല, റിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ അബവ് ദ പ്ലെയിനിൽ പൊങ്ങി നിൽക്കുമായിരിക്കും ചെയ്യുക. ഓക്സിജൻ ബൈൻഡ് ചെയ്യുമ്പോഴേക്കും ഈ അയൺ 2+ ഹൈ സ്പിൻ സ്റ്റേറ്റിൽ നിന്നും ലോ സ്പിൻ സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോൾ ഇതിൻ്റെ സൈസ് 75 പൈക്കോമീറ്റർ ആയിട്ട് കുറയും. അപ്പോൾ ഇവർക്ക് ഈ ക്യാവിറ്റിക്കകത്തേക്ക് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഹീമോഗ്ലോബിൻ സ്ട്രക്ചർ പറഞ്ഞിട്ട് ഫംഗ്ഷൻ ഒരുമിച്ച് പറയാനുണ്ട്. ഹീമോഗ്ലോബിൻ നമ്മൾ പറയുക പൊതുവേ നമ്മൾ ടെട്രാമർ ഓഫ് മയോഗ്ലോബിൻ ഏകദേശം ഇറ്റ് ഈസ് എ ടെട്രാമർ ഓഫ് മയോഗ്ലോബിൻ. അതായത് 4 മയോഗ്ലോബിൻ യൂണിറ്റ് ചേരുന്നത് പോലെയാണ് ഹീമോഗ്ലോബിൻ. കറക്റ്റ് പക്ക ടെട്രാമർ അല്ല എങ്കിലും ഇവിടെ നമുക്ക് ഒരു സ്കീമാറ്റിക് ഡയഗ്രം കാണിച്ചിരിക്കുന്നത് കണ്ടോ.
നമുക്ക് ഒരു മയോഗ്ലോബിനിൽ ഒരു ഹീമും ഒരു പ്രോട്ടീനും ഉള്ളത്. പക്ഷേ ഹീമോഗ്ലോബിനിൽ 4 പോർഫൈറിൻസ് 4 ഹീമുണ്ട്. ആ 4 ഹീമിനും ഓരോ പ്രോട്ടീനും ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഹീമോഗ്ലോബിന് 4 സബ് യൂണിറ്റ് ഉണ്ട്. ഓരോ സബ് യൂണിറ്റിലും ഒരു ഹീമും ഒരു പ്രോട്ടീനും ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം. കണ്ടോ, ഇതിൽ ഇത് ആൽഫ ചെയിൻ എന്ന് പറയും, ഇത് ബീറ്റ ചെയിൻ. അതുപോലെ ഇവിടെയും ഒരെണ്ണം ആൽഫ ചെയിനും ഒരു ബീറ്റ ചെയിനും ആയിരിക്കും. നമ്മൾ പ്രോട്ടീൻ നമ്മൾ ആൽഫ ബീറ്റ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, സോ നമുക്ക് 4 സബ് യൂണിറ്റ് ഉണ്ട്. ഓരോ സബ് യൂണിറ്റിലും ഒരു ഹീമും ഒരു പ്രോട്ടീനും ഉണ്ടായിരിക്കും. അങ്ങനെയാണ്. പക്ഷേ ആ പ്രോട്ടീനിലുള്ള അമിനോ ആസിഡ് റെസിഡ്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും മയോഗ്ലോബിനുള്ളതിനേക്കാളും. അപ്പോൾ നമുക്ക് കറക്റ്റ് പക്കാ ടെട്രാമർ എന്ന് പറയാൻ പറ്റില്ല. കാര്യം പ്രോട്ടീൻ ഡിഫറെൻ്റ് ആയിരിക്കും, പ്രോട്ടീൻ ചെയിൻ്റെ സീക്വൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ മറ്റേലുള്ള ഒരു ഹീമും ഒരു പ്രോട്ടീനുമാണ്, പക്ഷേ ഇവിടെ 4 ഹീമും 4 പ്രോട്ടീനുമാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് ഏകദേശം ഒരു ടെട്രാമർ എന്നുള്ള രീതിയിൽ പറയാം ഇവിടെ. ഓക്കെ, നേരത്തെ പോലെ തന്നെയാണ് ഇവിടെ നമുക്ക് 4 അയൺ 2+ന് 4 കോർഡിനേഷൻ ഫില്ല് ചെയ്യുന്നത് നൈട്രജൻസ് ആണ് ഓഫ് പോർഫൈറിൻ റിംഗ്. 5th പൊസിഷൻ ഫില്ല് ചെയ്യുന്നത് നൈട്രജൻ ആറ്റം ഫ്രം എ ഹിസ്റ്റഡിൻ മോളിക്യൂൾ ഓഫ് ദ ഗ്ലോബുലർ പ്രോട്ടീൻ ആണ്. 6th പൊസിഷനാണ് O2 വന്നിട്ട് ഫില്ല് ചെയ്യുക, O2 അല്ലെങ്കിൽ വാട്ടർ വന്നിട്ട് ഫില്ല് ചെയ്യുക. അത് മയോഗ്ലോബിനും ഹീമോഗ്ലോബിനും ഒരുപോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ മോളിക്കുലർ വെയിറ്റ് ഏകദേശം 17,000 ആയിരുന്നു നേരത്തെ. അതിൻ്റെ നേരെ 4 ടൈംസ് ഏകദേശം 64,500 ആണ് വരിക. 4 സബ് യൂണിറ്റ്സ് ഉണ്ട്. ഈച്ച് സബ് യൂണിറ്റ് കണ്ടെയ്ൻ ഹീം വിച്ച് കണ്ടെയ്ൻസ് Fe2+ ബൗണ്ടഡ് ടു 4 നൈട്രജൻ ആറ്റംസ് ആൻഡ് എ ഗ്ലോബുലർ പ്രോട്ടീൻ. ഓക്കെ, പ്രോട്ടീൻ ഈസ് ബൗണ്ടഡ് ടു Fe2+ ത്രൂ എ നൈട്രജൻ ആറ്റം ഇൻ ഹിസ്റ്റഡീൻ ഇൻ ദ പ്രോട്ടീൻ. ഇനി 6th പൊസിഷൻ ഓക്യുപ്പൈഡ് ബൈ വാട്ടർ ഓർ ഓക്സിജൻ. ഓക്കെ, ഇനി ഈ പ്രോട്ടീൻ്റെ ഈ 4 സബ് യൂണിറ്റ്സ് ഉണ്ടല്ലോ, ഈ 4 പ്രോട്ടീൻ ചെയിൻസും തമ്മിൽ പരസ്പരം ലിങ്ക്ഡ് ആണ് ത്രൂ സോൾട്ട് ബ്രിഡ്ജസ്. നമുക്കറിയാം അമിനോ ആസിഡ്സ് സ്വിറ്റർ അയോൺസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും അല്ലേ. NH3+ COO- എന്ന് പറയും. അമിനോ ആസിഡ് എന്താണെന്ന് അറിയാമല്ലോ. അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ അതിലൊരു അമിനോ ഗ്രൂപ്പും ഉണ്ടാകും, ആസിഡ് ഗ്രൂപ്പും ഉണ്ടാകും, ഒരു NH2 ഗ്രൂപ്പും ഉണ്ടാകും, ഒരു COOH ഗ്രൂപ്പും ഉണ്ടാകും. ഓക്കെ, പക്ഷെ അവർ ഇങ്ങനെ ന്യൂട്രലായിട്ടായിരിക്കില്ല നിൽക്കുക. ഈ COOHലെ H NH2ലേക്ക് പോകും. അപ്പോൾ അത് NH3+ ആകും, ഇപ്പുറത്ത് അത് COO- ആകും. അങ്ങനെ NH3+ എന്നും COO- എന്നും നിൽക്കുന്ന അവസ്ഥയെ നമ്മൾ സ്വിറ്റർ അയോൺ എന്ന് പറയും. പൊതുവേ പ്രോട്ടീൻസിലൊക്കെ അമിനോ ആസിഡ്സ് സ്വിറ്റർ അയോൺസ് ആയിട്ട് നിൽക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സ്വിറ്റർ അയോൺസ് തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ വരും. അതായത് ഒരു പ്രോട്ടീൻ ചെയിനിലെ NH3+ഉം മറ്റേ പ്രോട്ടീൻ ചെയിനിലെ COO- തമ്മിലൊരു ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ വരും. അങ്ങനെയുള്ള അട്രാക്ഷൻ വഴിയാണ് സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടാകുന്നത്. ആ സോൾട്ട് ബ്രിഡ്ജാണ് ഈ 4 ഗ്ലോബുലർ പ്രോട്ടീൻസിനെയും ഒരുമിച്ച് പിടിച്ച് നിർത്തുന്നത് ഒരു ഹീമോഗ്ലോബിനിൽ. ഓക്കെ, യെസ്, അതാണ് നമ്മൾ ലാസ്റ്റ് പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവരുടെ റോൾ എന്താണെന്ന് നോക്കാം. ഹീമോഗ്ലോബിൻ്റെയും മയോഗ്ലോബിൻ്റെയും റോൾ ഇൻ ബയോളജിക്കൽ സിസ്റ്റംസ്. ഓക്കെ, ഇത് നമുക്കറിയാം. ലങ്സിൽ വെച്ചിട്ട് ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. നമുക്ക് ഒരു ഹീമോഗ്ലോബിന് 4 സബ് യൂണിറ്റ്സ് ഉണ്ട്. ഒരു ഹീമിന് ഒരു ഓക്സിജൻ എടുക്കാൻ പറ്റും. ഹീമോഗ്ലോബിനകത്ത് 4 ഹീമുണ്ട്. സോ 4 ഓക്സിജൻ മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്യും. നമുക്ക് കിട്ടുക HbO2 4 ടൈംസ് എന്നുള്ള ടൈപ്പ് മോളിക്യൂളായിരിക്കും. ഓക്കെ, ഇനി ആ ഹീമോഗ്ലോബിൻ ബ്ലഡിൽ കൂടെ മസിൽസിലെത്തും. മസിൽസിലെത്തിക്കഴിഞ്ഞാൽ ആ ഓക്സി ഹീമോഗ്ലോബിൻ HbO2 4 ടൈംസ് എന്ന് പറഞ്ഞാൽ ഓക്സി ഹീമോഗ്ലോബിനാണ്. ഓക്സി ഹീമോഗ്ലോബിൻ ഓക്സിജനെ മയോഗ്ലോബിന് കൊടുക്കും. അപ്പോൾ ഒരു മയോഗ്ലോബിൻ ഒരു ഓക്സിജനെ ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് നമുക്കിവിടെ 4 മയോഗ്ലോബിൻസ് വേണം ഈ 4 ഓക്സിജനെ പിടിപ്പിക്കണമെങ്കിൽ. സോ നമുക്ക് 4 MbO2. ദിസ് ഇസ് ഓക്സി മയോഗ്ലോബിൻ. അതിൻ്റെ പേരുകൾ നിങ്ങൾ താഴെ എഴുതണം. ഞാൻ തൽക്കാലം ഇവിടെ എഴുതിയിട്ടില്ല. ഇവിടെ ഹീമോഗ്ലോബിൻ എഴുതണം. ഹീമോഗ്ലോബിൻ + 4O2 ഗിവ്സ് ഓക്സി ഹീമോഗ്ലോബിൻ. ഓക്സി ഹീമോഗ്ലോബിൻ + 4 മയോഗ്ലോബിൻ ഗിവ്സ് 4 ഓക്സി മയോഗ്ലോബിൻ. ഇതാണ് അതിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മൾ ഓക്സിജൻ ട്രാൻസ്പോർട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതേ രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടും നടക്കുന്നുണ്ട്. മസിൽസിൽ നിന്നും തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടുപോകാനായിട്ട് ഹീമോഗ്ലോബിൻ ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബോർ ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ബോർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ദ ബൈൻഡിങ് പവർ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ pH. ഓക്കെ, അതായത് ബ്ലഡിലെ pH കുറയുമ്പോൾ ഹീമോഗ്ലോബിൻ ഓക്സിജനെ ബൈൻഡ് ചെയ്യാനുള്ള കഴിവ് കുറയുന്നു. ആ ഡിപ്പെൻഡൻസ് ഓഫ് ഓക്സിജൻ ബൈൻഡിങ് പവർ വിത്ത് pH, അതിനാണ് നമ്മൾ ബോർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ ഡിസോൾവ് ചെയ്യുമ്പോഴേക്കും നമുക്കറിയാം അത് കാർബോണിക് ആസിഡ് ആവുന്നു. സോ ദെൻ pH വിൽ ഡിക്രീസ് അല്ലേ. അപ്പോൾ pH ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, ഓക്സിജനെ ബൈൻഡ് ചെയ്യാനുള്ള ഹീമോഗ്ലോബിൻ്റെ കപ്പാസിറ്റി കുറയും. സോ ഓക്സിജനെ ഹീമോഗ്ലോബിൻ റിലീസ് ചെയ്യും, എന്നിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ മസിൽസിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ചുണ്ടാവും. അപ്പോൾ മസിൽസിൽ ബ്ലഡിൽ pH വളരെ കുറവായിരിക്കും. അങ്ങനെയാണ് ഈ ഓക്സി ഹീമോഗ്ലോബിൻ മസിൽസിലെത്തുമ്പോൾ ഓക്സിജനെ വിട്ട് കൊടുക്കുന്നത് ഈ pH കുറവായതുകൊണ്ടാണ്. pH കുറവായതുകൊണ്ട് ഓക്സിജനുമായിട്ടുള്ള ബൈൻഡിങ്ങിൻ്റെ ടെൻഡൻസി കുറയും. അപ്പോൾ ഹീമോഗ്ലോബിൻ ഓക്സിജനെ ഈസി ആയിട്ട് വിട്ട് കൊടുക്കും, എന്നിട്ട് പകരം കാർബൺ ഡൈ ഓക്സൈഡ് ആ പ്ലേസിലോട്ട് വരും.
അതിന് വേറെ മെക്കാനിസംസ് ഉണ്ട്, അതൊന്നും നമ്മൾ പറയുന്നില്ല. ഡയറക്റ്റ് ബൈൻഡിങ് അല്ലാതെയുള്ള പലതരം മെക്കാനിസംസ് വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ശരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് ബൈൻഡിങ് ഉണ്ട്, ഡയറക്റ്റ് ബൈൻഡിനേക്കാളും കൂടുതൽ നടക്കുക വേറെ കാർബണേറ്റ് അയോണായിട്ട് ട്രാൻസ്പോർട്ടിംഗ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിലായിട്ട് പഠിക്കാനില്ല. ഓക്കെ, അപ്പം ഈ ഒരു പി എച്ചിൻ്റെ വേരിയേഷൻ വഴിയാണ് ഈ ഓക്സിജൻ ബൈൻഡിങ്ങും അതുപോലെ ഓക്സിജനെ റിലീസ് ചെയ്യുന്ന പരിപാടിയും നടക്കുന്നത്. ഇവിടെ നമുക്ക് മറ്റൊരു ഇഫക്റ്റ് പഠിക്കാനുള്ള കോഓപ്പറേറ്റീവ് ഇഫക്റ്റ് എന്ന് പറയും. ഓക്കെ, ഈ ഇഫക്റ്റ് എന്താ പറഞ്ഞാൽ ദ അഡീഷൻ ഓഫ് ഓക്സിജൻ ടു വൺ ഹീം ഗ്രൂപ്പ് ഇൻ ഹീമോഗ്ലോബിൻ ഫെസിലിറ്റേറ്റ്സ് ഇറ്റ്സ് അഡീഷൻ ടു ദ അതർ ഹീം ഗ്രൂപ്പ്സ് ഓഫ് ദ ഹീമോഗ്ലോബിൻ. അതായത് നമുക്ക് 4 സബ് യൂണിറ്റ്സ് ഉണ്ട്. സപ്പോസ് അതിൽ ആദ്യം ഒരു സബ് യൂണിറ്റിലാണ് ഒരു ഓക്സിജൻ പോയി പിടിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു സബ് യൂണിറ്റിൽ ഒരു ഓക്സിജൻ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി സബ് യൂണിറ്റ്സിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഓക്സിജൻ കയറി പിടിക്കും. അതിനെയാണ് നമ്മൾ കോഓപ്പറേറ്റീവ് ഇഫക്റ്റ്, കോഓപ്പറേറ്റിവിറ്റി ഇഫക്റ്റ് എന്നൊക്കെ പറയുക. ഓക്കെ, ഒരു സബ് യൂണിറ്റിൽ ഓക്സിജൻ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി സബ് യൂണിറ്റ്സിൽ വളരെ എളുപ്പം ഓക്സിജന് കയറി പിടിക്കാൻ സാധിക്കും. അതിന് നമ്മൾ ട്രിഗർ മെക്കാനിസം വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. വേറെ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കൂ, ഇതൊരു ഫാക്റ്റ് പറയുകയാണ്. ആദ്യം ഒരു ഹീമോഗ്ലോബിൻ ഒരു ഓക്സിജനായിട്ട് പിടിച്ചു. പിന്നെ K1 ആണ് അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് കൊടുക്കുന്ന പേര്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കൊടുക്കുന്ന പേര്. HbO2 ഒരു ഓക്സിജൻ പിടിച്ച് ഹീമോഗ്ലോബിൻ ഉണ്ടായി. പിന്നെ അത് അടുത്ത ഓക്സിജൻ പിടിച്ചു, 2 ഓക്സിജൻ പിടിച്ച് ഹീമോഗ്ലോബിനായി. അടുത്ത ഓക്സിജൻ പിടിച്ചു, 3 ഓക്സിജൻ പിടിച്ച മോളിക്യൂളായി. പിന്നെ നമുക്ക് 4ാമത്തെ ഓക്സിജൻ പിടിച്ച് HbO2 4 ടൈംസ് ആയി. K1, K2, K3, K4 4 ഇക്വിലിബ്രിയം കോൺസ്റ്റൻസ് ആണ്. ഇവിടെ K4 is greater than K3, greater than K2, K1. K4 ആയിരിക്കും ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഈ ലാസ്റ്റ് റിയാക്ഷൻ ആയിരിക്കും. ഏറ്റവും സ്ലോവസ്റ്റ് ഫസ്റ്റ് റിയാക്ഷൻ ആയിരിക്കും. സോ ഫസ്റ്റ് ഒരു ഓക്സിജൻ മോളിക്യൂൾ പിടിക്കാനാണ് ഏറ്റവും പാട്. അടുത്ത ഓക്സിജൻ മോളിക്യൂൾ കുറച്ചുകൂടി എളുപ്പം പിടിക്കും, അടുത്ത മോളിക്യൂൾ കുറച്ചുകൂടി എളുപ്പം പിടിക്കും, 4ാമത്തെ മോളിക്യൂൾ വളരെ ഈസി ആയിട്ട് കയറി ബൈൻഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് അയൺ 2+ ഹൈ സ്പിൻ സ്റ്റേറ്റിൽ നിന്നും ലോ സ്പിൻ സ്റ്റേറ്റിലേക്ക് മാറുകയും പോർഫൈറിൻ റിങ്ങിനകത്തേക്ക് അകത്തെ ഹോളിൽ ഫിറ്റ് ആവുകയും ചെയ്യും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ പോർഫൈറിൻ റിങ്ങിനകത്തേക്ക് ഈ അയൺ ഇറങ്ങിയിരിക്കുമ്പോൾ അയണിലേക്ക് ഒരു ഹിസ്റ്റഡിൻ മോളിക്യൂൾ പിടിച്ചിട്ടുണ്ട് അല്ലേ, ഓഫ് ദ പ്രോട്ടീനിലുള്ള ഹിസ്റ്റഡിൻ മോളിക്യൂൾ അയണിലേക്ക് ബൈൻഡഡ് ആണ്. സോ അയൺ ഈ ഹോളിലേക്ക് ഇറങ്ങുമ്പോൾ ഒപ്പം ഈ പ്രോട്ടീൻ കൂടെ മൂവ് ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ പ്രോട്ടീൻ മൂവ് ചെയ്യും. അപ്പോൾ ഒരു ഹീമോഗ്ലോബിൻ്റെ ഒരു സബ് യൂണിറ്റിൽ ഒരു ഓക്സിജൻ കയറി പിടിക്കുന്നു. അപ്പോൾ ഓക്സിജൻ പിടിക്കുമ്പോൾ അയൺ ആ പോർഫൈറിൻ്റെ ഹോളിനകത്തേക്ക് ഇറങ്ങുന്നു. ആ അയൺ ഇറങ്ങുമ്പോൾ അയണുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രോട്ടീനും മൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ ആ പ്രോട്ടീൻ മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആ പ്രോട്ടീൻ ബാക്കി 3 പ്രോട്ടീൻസുമായിട്ട് സോൾട്ട് ബ്രിഡ്ജസ് വഴി ലിങ്ക്ഡ് ആണ്. അപ്പോൾ ബാക്കി 3 പ്രോട്ടീൻസും അതുപോലെ മൂവ് ചെയ്യും, അവർക്കും കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ ആ കൺഫർമേഷണൽ ചേഞ്ച് വരുമ്പോഴേക്കും അവിടെ ഒരു മൂവ്മെൻറ്റ് വരുമ്പോഴേക്കും അവിടെ ഈസി ആയിട്ട് ഓക്സിജന് ബൈൻഡ് ചെയ്യാൻ പറ്റും ബാക്കി 3 സബ് യൂണിറ്റ്സിൽ. കാര്യം അവിടുത്തെ പ്രോട്ടീൻസിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോഴേക്കും അയണിനെ ഈസി ആയിട്ട് ഈ ഓക്സിജൻ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ കോഓപ്പറേറ്റീവ് ഇഫക്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കോഓപ്പറേറ്റീവ് ഇഫക്റ്റ് ഓർത്ത് വയ്ക്കണം. ഞാൻ അതിൻ്റെ നോട്ട് നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹീമോഗ്ലോബിൻ മയോഗ്ലോബിനകത്ത് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.